ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഒന്ന് പറഞ്ഞ പോകുന്നത് എന്താ വെച്ചാൽ ഇയോണിൻ്റെ എയർ ഫിൽറ്റർ എങ്ങനെ ക്ലീൻ ചെയ്യാം, അതായത് നമുക്ക് വീട്ടിലിട്ട് എങ്ങനെ ക്ലീൻ ചെയ്യാം. അതോടൊപ്പം തന്നെ ചില ആളുകളുടെ സംശയം ഉണ്ടായിരിക്കും, നമ്മൾ സർവീസ് സെൻ്ററിലോ വർക്ക്ഷോപ്പിലോ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ എയർ ഫിൽറ്റർ മാറ്റിയോ അതിന് മാറിയിട്ടോ നമ്മളെ പറ്റിച്ചോ എന്നുള്ള സംശയം ഉണ്ടാകും. അപ്പോൾ ആ സംശയങ്ങൾ ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ട് അത് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ളത് നോക്കാം. പുതിയ എയർ ഫിൽറ്റർ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ നോക്കാം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ഇയോണിൻ്റെ എയർ ഫിൽറ്റർ വരുന്നത്. ഈ ഭാഗമാണ് ഇയോണിൻ്റെ എയർ ഫിൽറ്റർ വരുന്നത്. ഇത് അഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ക്ലിപ്പ് നമ്മൾ ഐറ്റം അഴിച്ചില്ലേ, അതേപോലെ രണ്ട് ക്ലിപ്പ് ഉണ്ടായിരിക്കും. ഈ രണ്ട് ക്ലിപ്പ് മാറ്റി വയ്ക്കുക, ജസ്റ്റ് മാറ്റി വയ്ക്കുക. ഇത് ബാക്കിലോട്ടൊന്ന് വലിച്ചിട്ട് ജസ്റ്റ് മുകളിലേക്കൊന്ന് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അവിടുന്ന് ഈ ലോക്കൊന്ന് പോരും. അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ എയർ ഫിൽറ്റർ കണ്ടോ, അതാണ് എയർ ഫിൽറ്റർ. ഇതിങ്ങനെ എടുക്കുക. ഈ ഭാഗത്തായിരിക്കും പൊടി ഉണ്ടായിരിക്കുക. നമ്മൾ എയർ അടിക്കുമ്പോൾ ഇവിടുന്ന് അടിക്കണം. പുതിയ എയർ ഫിൽറ്റർ ആണെങ്കിൽ ഇത് നല്ല വൈറ്റ് ആയിരിക്കും കേട്ടോ. ഈ ഭാഗം വൈറ്റ് ആയിരിക്കും, ഈ ഭാഗം വൈറ്റ് ആയിരിക്കും പുതിയ എയർ ഫിൽറ്റർ. അങ്ങനെയാണ് പുതിയ എയർ ഫിൽറ്റർ നമ്മൾ തിരിച്ചറിയാം. ഇനി നമുക്ക് നേരെ തിരിച്ച് ഫിറ്റ് ചെയ്യാം. തിരിച്ച് ഫിറ്റ് ചെയ്യാന്ന് കഴിഞ്ഞാൽ നേരെ ഇതിൻ്റെ ഉള്ളിലേക്കാണ് ഇട്ടുക. ആണോ, ഇതിങ്ങനെ സീറ്റിംഗ് ആയിരിക്കും. അത് നേരെ ഇത് ബാക്കിലേക്ക് വലിച്ചിട്ട് ഇതാ ഈ ലോക്കിലേക്ക് ഇരിക്കുക. ആ സമയത്ത് ഇവിടെ ഇത് കുടുങ്ങാതെ നോക്കണേ. അതാ ലോക്കിലേക്ക് ഇരുന്നിട്ടുണ്ട്. ജസ്റ്റ് സീറ്റിംഗ് ആക്കുക. ഇതിങ്ങനെ വെച്ചിട്ട് പ്രസ് ചെയ്യാം. അത് ഇത്രയേ ഉള്ളൂ ഇയോണിൻ്റെ എയർ ഫിൽറ്റർ അഴിക്കാനുള്ളത്. ഏകദേശം ഇയോണ് ഐറ്റം ഒക്കെ സെയിം ആയിട്ട് വരിക. അപ്പോൾ എയർ ഫിൽറ്ററിൻ്റെ ഡിസൈനിൽ വ്യത്യാസം ഉണ്ടാവുന്നുള്ളൂ. ആ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റേ വീഡിയോ വീണ്ടും കാണാം.